എല്ലാവർക്കും ആദ്യാസ് വ്ലോഗിൻ്റെ വിഷു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ കുപ്പിയില്ലാതെ എന്ത് വിഷുവാണ് മലയാളികൾക്കല്ലേ. അപ്പോൾ നമുക്ക് കണിയും കുപ്പിയിലൊരുക്കാം. അപ്പോൾ കണിയും നമ്മുടെ ഇപ്രാവശ്യത്തെ കുപ്പിയിൽ തന്നെ ആവട്ടെ. അപ്പോൾ എങ്ങനെയാണ് ബോട്ടിലാട്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ കൃഷ്ണനെയും കണിയും വിഷുക്കണിയും ഉണ്ണിക്കണ്ണനൊക്കെ നമ്മൾ ഈ ബോട്ടിലിൽ തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ ജെസ്സോ അടിക്കണം എന്നാലേ ആക്രിലിക് അവിടെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രൈമർ ആദ്യം അടിച്ചു. ഇതിൻ്റെ വിശദമായ പ്രൈമറിൻ്റെതും ഇതുപോലെ ഡാബ് ചെയ്ത് ഉള്ള പെയിൻറ്റിങ്ങിൻ്റെതും വിശദമായ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ ആക്കി മാറ്റാം ബോട്ടിലിനെ. ഫുൾ നല്ല നീളത്തിൽ റൗണ്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് കുറച്ചൊന്ന് ഒടിവുണ്ട്, കഴുത്തിൻ്റെ അടുത്ത് ഇച്ചിരി ഒടിവുള്ള ടൈപ്പ് ബോട്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ സിമ്പിളാണ്, ആർട്ടും ക്രാഫ്റ്റും അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നോർമൽ വൈറ്റ് പേപ്പർ ആണെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആ ബട്ടർ പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കണിയും ഉണ്ണിക്കണ്ണനൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് ഈ പേപ്പറിൽ. ബട്ടർ പേപ്പർ ഞാനിപ്പം A4 സൈസ് ഷീറ്റിൽ ഒട്ടിച്ചു. അത് ബട്ടർ പേപ്പറിൻ്റെ അകത്ത് പ്രിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഉണ്ണിക്കണ്ണൻ്റെയും വിഷുക്കണ്ണീൻ്റെയും പിക്ചർ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തു. നിങ്ങൾക്കിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലും എടുക്കാം. പക്ഷെ അതാകുമ്പോൾ കുറച്ചുകൂടെ തിന്നായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ പിന്നെ കട്ട് ചെയ്ത് ബോട്ടിലിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബട്ടർ പേപ്പർ ആകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, കാരണം അത്രയും തിന്നായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കീറാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഫെവിക്കോൾ ഡൈല്യൂട്ട് ചെയ്യാത്ത, ബട്ടർ പേപ്പർ ആകുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങനെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അല്ലാത്ത നിങ്ങൾ വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ, കാരണം ഈ ബോട്ടിൽ ഇങ്ങനെ കുറച്ച് കേവായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അവർ അല്ലെങ്കിൽ കീറിപ്പോകാൻ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈഡൊക്കെ പേപ്പറിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുക ചെയ്യുന്നത്. അതിനുശേഷം ആക്രിലിക് യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് കളർ ഫെയ്ഡായ പോലെ ഉണ്ടാവും. കാരണം നമ്മൾ പ്രിൻ്റ് എടുത്തതിൻ്റെ കളറ് അത്ര പോരായിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഓരോ കണ്ണനെയും ആ ഫ്രൂട്ട്സുമ്മലും വിളക്കുമ്മലും ഒക്കെ നമ്മൾ ആക്രിലിക് വെച്ച് ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ കൊന്നപ്പൂ അതിൻ്റെ മുകളിൽ മൊത്തം കൊന്നപ്പൂ വരയ്ക്കുക. ലാസ്റ്റ് ഇത് ആക്രിലിക്കിൻ്റെ തന്നെ വാർണിഷ് ഉണ്ട് കിട്ടാൻ. എന്നിട്ട് അത് മൊത്തം ഒന്ന് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് അടിക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അപ്പോൾ ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പിക്ചറിൻ്റെ വളരെ അടുത്തുനിന്ന് കട്ട് ചെയ്യരുത്, കുറച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ബട്ടർ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് കീറും. അതുകൊണ്ടാണിത്.
അപ്പോൾ ഈ പൂക്കളുടെ മേപ്പ് കംപ്ലീറ്റ് പെയിൻറ്റും നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് ഡബിൾ കോട്ട് പെയിൻറ്റ് ഒന്നുകൂടെ അടിച്ചോളൂ. ഇതിന് ഇനി വാർണിഷിൻ്റെ പണി കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു വിഷു ആശംസകൾ. ഹാപ്പി വിഷു. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.